ചാക്കോച്ചനോടൊരു ചോദ്യം തുടക്കത്തിൽ ചോദിക്കാനുള്ളത്, ചാക്കോച്ചനെ എനിക്ക് പരിചയപ്പെട്ട ഉള്ള സമയം മുതൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പലരെ കൊണ്ടും പറ്റാത്ത ഒരു കാര്യം ചാക്കോച്ചൻ വളരെ ഈസിയായി ചെയ്യുന്നുണ്ട്. അത് ജീവിക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സിനെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോകുന്നത് മനുഷ്യന്മാർ മാത്രമാണ്. പക്ഷേ ചാക്കോച്ചൻ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാതെ ഇതിനെ കൊണ്ടുപോകുന്നത് കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തിയറി അല്ലെങ്കിൽ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫിലോസഫി എന്താണ്? വളരെ സിമ്പിളാണ്. ഈ പറഞ്ഞ പോലെ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ കാര്യം. ആ പ്രയോറിറ്റിയിൽ ഏറ്റവും ആദ്യം നമുക്ക് സ്ഥാനം കൊടുക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കേണ്ടത് സന്തോഷത്തിനും സമാധാനത്തിനും. അത് കഴിഞ്ഞ് ആരോഗ്യം, അത് കഴിഞ്ഞിട്ട് പണം. സമാധാനവും ആരോഗ്യവും ഉണ്ടെങ്കിൽ മൂന്നാമത് പറഞ്ഞ സാധനം പണം എത്ര വേണേലും നമുക്കുണ്ടാകാം. അത്രേ ഉള്ളൂ. രമേശേട്ടാ, ഞാൻ ആക്ച്വലി ഇന്ന് ഭയങ്കര ഹാപ്പിയും ത്രില്ഡുമാണ്. ഞാൻ സാധാരണ ഗസ്റ്റിനോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇന്ന് സംസാരിക്കുന്നതിന് ചെറിയൊരു നാണമൊക്കെ തോന്നുവാണ്. ഞാനൊരു 90s കിഡാണ്. അപ്പോൾ ഒരു 90s കിഡിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും ചാക്കോച്ചൻ എന്ന് കേൾക്കുമ്പോൾ ഒരു സ്പെഷ്യൽ സെൻസേഷനാണ്. നമുക്ക് അദ്ദേഹത്തോട് സ്നേഹമാണോ ക്രഷാണോ, അത് അന്ന് LKG മുതൽ ഇപ്പം വരെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചാക്കോച്ചൻ ഞാൻ നെഞ്ചത്ത് ഒട്ടിച്ചു വെച്ചോണ്ട് വന്നിരിക്കുന്ന സാധനം എന്താണ്? ഞാൻ ഇവിടുന്നേ ഉവേ എന്ന് വായിച്ചുകൊണ്ടിരിക്കുക കുറെ നേരമായിട്ട്. ഏതെങ്കിലും ഒരു എപ്പിസോഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചെറിയ ചിരിയെങ്കിലും സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഒരു വലിയ വിജയമായി കണ്ട് സന്തോഷിക്കുന്നു. വന്ന ചാക്കോച്ചന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങോട്ട്